ബിന്ദു കൃഷ്ണ ഫോണിൽ ചേരുന്നുണ്ട്. നമുക്കിപ്പം മഹിളാ കോൺഗ്രസ് നേതാവാണ്. ബിന്ദു കൃഷ്ണ, മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. വളരെ വലിയ ഗുരുതരമായൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഈ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി CHC മുതൽ മെഡിക്കൽ കോളേജ് വരെ ഒരു രോഗിയെ പരിചരിക്കുന്നതിലുള്ള അല്ലെങ്കിൽ പരിഗണന കൊടുക്കുന്നതിലുള്ള വീഴ്ചകൾ എണ്ണി നിരത്തിയിട്ടുണ്ട്. പക്ഷെ ഒരാൾക്കുമെതിരെ നടപടിക്ക് ശുപാർശയില്ല. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ടാണത്രേ ഈ രോഗിയെ വീൽ ചെയറിൽ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നൊക്കെയാണ് പറയുന്നത്. വളരെ വിചിത്രമായാണ് തോന്നുന്നത് ഇതൊക്കെ. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? കേരളത്തിലെ ആരോഗ്യരംഗത്തെ ICUയിലാക്കിയ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നണി ഭരണത്തിന്റെ ഏറ്റവും അവസാന തിരകളിൽ ഒരാളാണ് ചവറ സ്വദേശിയായ വേണു. നമുക്ക് എല്ലാവർക്കും അറിയാം. കൊല്ലം ജില്ലാ ആശുപത്രിയെ കുറിച്ച് ഈ റിപ്പോർട്ടുള്ള പരാമർശം അക്ഷരം പ്രതി ശരിയാണ്. ഞാൻ അടക്കമുള്ള ഈ നാട്ടിലെ സാധാരണക്കാർ ദിവസേന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ചികിത്സ തേടി ചെല്ലുന്ന കൊല്ലം ജില്ലാ ആശുപത്രി പലപ്പോഴും കേവലം ഒരു റെഫറൽ ആശുപത്രിയായി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ആരെങ്കിലും കാര്യമായ രോഗമായി അങ്ങോട്ട് ചെന്നാൽ കേട്ട പാതി കേൾക്കാത്ത പാതി റെഫറൻസുമായി നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിടുമ്പോൾ അവർക്കൊരു പ്രാഥമിക ചികിത്സ പോലും പലപ്പോഴും നൽകാറില്ല. കെടുകാര്യസ്ഥതയുടെ ഇടമായി കൊല്ലം ജില്ലാ ആശുപത്രി മാത്രമല്ല, കേരളത്തിലെ പല ആശുപത്രികളും മാറിയിട്ടും കേരളത്തിന്റെ ആരോഗ്യമന്ത്രി പറയുന്നത് ഇതെല്ലാം നമ്പർ 1 ആണെന്ന്. ഓരോന്നും വസ്തുതാപരമായി ചൂണ്ടിക്കാണിച്ചാൽ പോലും അതൊന്ന് കേൾക്കുവാൻ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയോ മുഖ്യമന്ത്രിയോ തയ്യാറാകാതെ ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെ ആക്രമിച്ചുകൊണ്ട് സൈബർ ആക്രമണം അടക്കം നടത്തിക്കൊണ്ട് അവർ വസ്തുതകളിൽ നിന്ന് ഒളിച്ചോടുകയാണ്. കേരളത്തിലെ ആരോഗ്യ രംഗത്തെ വീഴ്ചകൾ കൊണ്ട് നിരവധി ഓരോ ദിവസം ഏറ്റവും അവസാനം ഇന്നലെ വാർത്തകൾ പുറത്തു വന്ന ശരീരത്തിൽ സർജറിക്ക് ശേഷം തുണി കയറ്റി വെച്ചത് അടക്കമുള്ള ഓരോ സംഭവങ്ങളെ കുറിച്ച് ത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും എന്തിന് കോടതി പോലും ചൂണ്ടിക്കാണിക്കുമ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്ന പ്രതികരണം മാത്രമാണ് മന്ത്രിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഈ മന്ത്രിയായി ചുമതലയേറ്റ 2021 മെയ് മാസം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ആരോഗ്യ രംഗത്തെ വീഴ്ചകൾ, ആളുകളുടെ ജീവനെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് മന്ത്രി പറഞ്ഞ റിപ്പോർട്ടുകളെല്ലാം ചേർത്ത് വെച്ചാൽ കേരളത്തിലെ സെക്രട്ടേറിയറ്റിലെ മുഴുവൻ മുറിയും ഈ റിപ്പോർട്ട് സൂക്ഷിക്കാൻ ചെലവഴിച്ചാൽ പോലും റിപ്പോർട്ടുകൾ തികയത്തില്ല. പക്ഷെ ആ റിപ്പോർട്ടിൽ മേൽ എന്ത് നടപടിയെടുക്കുന്നു? കുറ്റക്കാർക്കെതിരെ എന്തെങ്കിലും ഒരു ചെറുവിരലാക്കി അനക്കിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡനത്തിലെ പ്രതിയെ രക്ഷിക്കുവാൻ ആ സംഭവത്തിന് സാക്ഷി പറഞ്ഞ സിസ്റ്ററെ ഇടുക്കിയിലെ മലമടകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് അടക്കമുള്ള ക്രൂരമായ നടപടികൾ അല്ലാതെ വയറ്റിൽ കത്രിയ കുത്തിക്കെട്ടിയ ഹർഷിന നീതിക്ക് വേണ്ടി ഇപ്പോഴും കേഴുമ്പോഴും അവർക്ക് അനുകൂലമായ ഒരു നടപടി എടുക്കാതെ നിലപാടെടുക്കാത്ത ആരോഗ്യമന്ത്രി പലപ്പോഴായി ഹർഷിനെ അടക്കം ചേർത്ത് പിടിച്ചതാണ്. പലരെയും ഇത്തരം സംഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചേർത്ത് പിടിക്കുന്നു എന്നാണ് പറയാറുള്ളത്. ചേർത്ത് പിടിക്കുന്നു എന്നുള്ള വാക്കുച്ചരിക്കാനുള്ള യോഗ്യത മന്ത്രി വീണ ജോർജിനുണ്ടോ? അവർ ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ അവരുടെ വീഴ്ച ഉണ്ട്, അവരുടെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ സിസ്റ്റത്തിന്റെ വീഴ്ച. ഈ സിസ്റ്റം നന്നാക്കാനാകില്ലെങ്കിൽ പിന്നെ എന്തിനാ അവര് മന്ത്രിയായിട്ടിരിക്കുന്നത്? അന്തസ്സുണ്ടെങ്കിൽ രാജിവെച്ച് പോകണമെന്ന് പറയാൻ അന്തസ് പോലും അവർ പ്രകടിപ്പിക്കാറില്ല. ഇത്രമേൽ സൂംബ ഡാൻസ് ഒക്കെ കളിക്കുന്ന കാര്യത്തിൽ പെർഫെക്റ്റ് ആണ് ആ ലേഡി. പക്ഷേ ഭരണാധികാരി എന്ന നിലയിൽ ബിഗ് സീറോയാണ്. ആ ബിഗ് സീറോ ആയ മന്ത്രി കേരളത്തിന്റെ ആരോഗ്യരംഗം നമ്പർ 1 ആയത് പതിറ്റാണ്ടുകളായി കേരളം ഭരിച്ച വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട നേതാക്കന്മാരുടെ ദീർഘവീക്ഷണവും സാമൂഹിക പ്രതിബദ്ധതയുമാണ്. ആ പ്രതിബദ്ധത ലെവലേശം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു മന്ത്രിയാ. അവർക്കറിയത്തില്ല. കാരണം അവർക്കൊരു രോഗം വന്നാൽ ചികിത്സിക്കാൻ അമേരിക്ക അടക്കമുള്ള വിദേശ രാജ്യങ്ങളുണ്ട്. ഈ നാട്ടിലെ പട്ടിണി പാവങ്ങൾ ഉൾപ്പെടെ നികുതി പണം കൊടുത്ത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ അത് ഭരണാധികാരിയുടെ വീഴ്ച കൊണ്ട്, അവരുടെ കഴിവില്ലായ്മ കൊണ്ട്, അവരുടെ ദീർഘവീക്ഷണമില്ലായ്മ കൊണ്ട്, അവരുടെ മനുഷ്യത്വമില്ലായ്മ കൊണ്ട് നശിച്ചു പോകുമ്പോൾ ഓരോ ജീവൻ എടുക്കുമ്പോൾ വേണുവിന്റെ ശബ്ദം, ആ വോയിസ് നോട്ട് ഇപ്പോഴും നമ്മുടെയൊക്കെ ചെവികളിൽ പ്രതിധ്വനിക്കുക. ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്ന് 6 ദിവസമായി ഒരു ചികിത്സ പോലും ആരും തരുന്നില്ല. ഇത് വേണുവിന്റെ മാത്രം പ്രശ്നമല്ല. ആ ഹോസ്പിറ്റലിൽ പോകുന്ന എന്നാൽ പ്രതിബദ്ധതയുള്ള ധാരാളം ഡോക്ടർമാരും നഴ്സുമാരും അടക്കമുള്ള ജീവനക്കാരുണ്ട്. അവരെ മറന്നു പറയുകയില്ല. പക്ഷെ ആവശ്യത്തിന് ജീവനക്കാരെ കൊടുക്കാതെ, ആവശ്യത്തിന് മരുന്ന് കൊടുക്കാതെ, അത് സത്യം വിളിച്ചു പറയുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ പോലെയുള്ളവർക്കെതിരെ നടപടി എടുക്കാൻ അല്ലെങ്കിൽ അതുപോലെ HODമാരെ രാജിവെച്ച് പോകേണ്ട കൃഷ്ണ പറയാനുള്ളത്